മഴ ശക്തമായി തന്നെ കോഴിക്കോട് തുടരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ അല്പം മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. മഴ കുറവാണ്, ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി കോഴിക്കോട് നഗരത്തിലും മലയോര പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ്, ഇടവിട്ട ശക്തമായ മഴയാണ് പെയ്തത്. അതേ തുടർന്ന് ഇപ്പോൾ കുറ്റ്യാടി ഭാഗങ്ങളിലൊക്കെ രാത്രി പുലർച്ചെ 2 മണിയോടുകൂടി കുറ്റ്യാടി പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കുറ്റ്യാടി വനപ്രദേശത്ത് വലിയ തോതിലുള്ള മഴ പെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ചില ആശങ്കകളുണ്ടായിരുന്നു. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമോ, കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ നേരം മലവെള്ളപ്പാച്ചിലിൽ തുടർന്നു. അതിനുശേഷം അവിടെ മലവെള്ളപ്പാച്ചിൽ ശക്തി കുറഞ്ഞു. അതോടുകൂടി ആ കുടുംബങ്ങൾക്ക് മാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അവിടെ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ഇരുകരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ കുറ്റ്യാടി ചുരത്തിൽ 3-ാം വളവിൽ മണ്ണിടിഞ്ഞ് വീണുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായിട്ടില്ല, പക്ഷേ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയാണ്. ഒപ്പം തന്നെ കക്കയം ഡാം പ്രദേശത്തൊക്കെ ശക്തമായ മഴയാണ്. കക്കയം ടൂറിസം സൈറ്റിൽ പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. അവിടെ വിനോദസഞ്ചാരികളോട് വരരുതെന്ന് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ മലയോര മേഖലയിൽ വലിയ ജാഗ്രത തുടരുകയാണ്. ഇടയ്ക്ക് മഴയിൽ അല്പം ശമനമുണ്ടാകുന്നത് കൊണ്ടാണ് വലിയ ദുരിതത്തിലേക്ക് പോകാതിരിക്കുന്നത്, അതായത് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നത്. ശക്തമായ മഴ പെയ്യുന്നു, പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. ആ ഗ്യാപ്പിൽ മഴവെള്ളം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. എല്ലാവരോടും കരുതലോടെ ഇരിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി മുഹമ്മദ് ഷഹീദ്, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പുകളുണ്ട്. യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലയിലുള്ളവർ വളരെ കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർ, മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ സാധ്യതയുള്ള പ്രദേശത്തുള്ളവർക്ക് ആ മേഖലയുടെ ഒരു പാരിസ്ഥിതിക പ്രത്യേകതകൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇരിക്കുക. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഇതുപോലെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യാനോ ഒന്നും മുതിരാതിരിക്കുക.